മഴയോ മഴ പാഠത്തിലെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. മഴച്ചൊല്ലുകൾ കണ്ടെത്താം എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മഴച്ചൊല്ലു കൊടുത്തിട്ടുണ്ട്. എന്താണ്? മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരിക്കും മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത്? മഴ പെയ്തു കഴിഞ്ഞാലും മഴത്തുള്ളികള് മരത്തിന്റെ ചില്ലകളിലും അതുപോലെ തന്നെ ഇലകളിലെല്ലാം തങ്ങി നിൽക്കൂ അല്ലെ. അപ്പൊ നമ്മള് മരം കുലുക്കി കഴിഞ്ഞാൽ എങ്ങനെയാ? മഴ പെയ്യുന്ന രീതിയിൽ ആ മഴത്തുള്ളികളെല്ലാം താഴോട്ട് വീഴൂ അല്ലെ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സങ്കടമുള്ളതാണെങ്കിലും അതുപോലെ തന്നെ സന്തോഷമുള്ളതാണെങ്കിലും അതിന്റെ ബലം കുറച്ചു കാലത്തേക്കും കൂടി നീണ്ടു നിൽക്കും. അതാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മഴച്ചൊല്ലുകൾ അറിയണം. നമുക്ക് നോക്കാം. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല്, മീനത്തിൽ മഴ പെയ്താൽ മീനിനും കൂടി ഇരയില്ല, തിരുവാതിരയിൽ തിരുമുറിയാതെ, അത്തം കറുത്താൽ ഓണം വെളുക്കും. ഇങ്ങനെ കുറെ മഴ ചൊല്ലുകളുണ്ട് കേട്ടോ. മഴത്തുള്ളി കഥ പറയുമ്പോൾ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ. ആരാണ് ഈ ഞാൻ? മഴത്തുള്ളി. മഴത്തുള്ളിയാണ് കഥ പറയുന്നത് അല്ലെ. ആരോടൊപ്പം മഴത്തുള്ളി തുള്ളിക്കളിക്കുന്നത്? കൂട്ടുകാരോടൊപ്പം അല്ലെ. എവിടെയാ? കടലില്. കൂടെ കളിക്കാൻ ധാരാളം പേർ. കുറെ മഴത്തുള്ളികളുണ്ട് അല്ലെ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല, ഞാനല്ലാതായി മാറുന്നോ, കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു. കൂടെ കളിക്കാന് മഴത്തുള്ളിയുടെ കൂടെ ധാരാളം മഴത്തുള്ളികളും കൂടി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്ത് സഹിക്കാൻ പറ്റാതെയാണ് അവര് ആകാശത്തേക്ക് പോയത്? ചൂട് അല്ലെ. വല്ലാത്ത ചൂട് എന്ന് പറയുന്നുണ്ട് അല്ലെ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു, ഞാൻ മേഘങ്ങളിൽ ഒളിച്ചു, ഠേ ഠേ ഠോ ഠോ, ഞങ്ങൾക്ക് പേടിയായി. ആകാശത്ത് പോയിട്ട് മഴത്തുള്ളികളെ എവിടെയാ ഒളിച്ചത്? മേഘങ്ങളിൽ അല്ലെ. എന്തുകൊണ്ടാ മഴത്തുള്ളികൾക്ക് പേടിയായത്? എന്തോ ശബ്ദം കേട്ടിട്ട് അല്ലെ. എന്തായിരുന്നു ശബ്ദം? ഠേ ഠേ ഠോ ഠോ എന്നല്ലേ. കാറ്റ് ആഞ്ഞു വീശി, തണുപ്പ് കൂടിക്കൂടി വന്നു, കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഇടിവെട്ടിയതാണ് ആ ശബ്ദം കേട്ടത് അല്ലെ. ഠേ ഠേ ഠോ ഠോ എന്നുള്ളത് ഇടിവെട്ടലാണല്ലേ. അപ്പൊ മഴത്തുള്ളികൾ പേടിച്ചു പോയി. എന്നിട്ട് എന്താണ്ടായി? കാറ്റ് വീശി അല്ലെ. അപ്പോളോ കാറ്റ് വീശിയപ്പോഴോ തണുപ്പ് കൂടി. അപ്പൊ എന്താണ്? മഴത്തുള്ളികളുടെ കൂട്ടുകാർക്കൊപ്പം എങ്ങനെയാ താഴേക്ക് എത്തിയത്? തുള്ളിയായി മഴയായി താഴേക്കെത്തി. ഒഴുകി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു, വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. എന്താ ഉണ്ടായത്? താഴേക്ക് എത്തിയതിനു ശേഷം ഈ മഴത്തുള്ളികള് എങ്ങട്ടാ ഒഴുകിപ്പോയത്? ആദ്യം ചാലുകളായി അല്ലെ. പിന്നെയോ തോട് നിറഞ്ഞു, തോടുകളായിട്ട് മാറി. പിന്നെ പുഴ നിറഞ്ഞു. പിന്നെ അതെല്ലാം കൂടി ആ വെള്ളം എല്ലാം എവിടേക്കാ പോകുന്നത്? കടലിലേക്കാണ് അല്ലെ എത്തിച്ചേർന്നത്. അപ്പൊ മഴത്തുള്ളികൾ അങ്ങനെ വീണ്ടും കടലിലേക്ക് തന്നെ തിരിച്ചെത്തി അല്ലെ. ഉത്തരം കണ്ടെത്താം. കടലിൽ കളിച്ചത് ആരാണ്? ആരാ കളിച്ചത്? മഴത്തുള്ളിയാണ് അല്ലെ. മഴത്തുള്ളി എന്ന് എഴുതാം, അല്ലെങ്കിൽ വെള്ളത്തുള്ളി എന്ന് കേട്ടോ. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്ത്? അറിയാം അല്ലെ. എന്തുകൊണ്ടാ? ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അല്ലെ. ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാ വെള്ളത്തുള്ളികൾ പേടിച്ചത്? ഠേ ഠേ ഠോ ഠോ എന്ന ശബ്ദം കേട്ടിട്ട് അല്ലെ. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? തണുപ്പ് കൂടിക്കൂടി വന്നു. മഴത്തുള്ളികൾ തുള്ളിയായി മഴയായി താഴേക്കെത്തി അല്ലെ. സംഭാഷണം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ കണ്ട ഒരു കുട്ടിയും മഴത്തുള്ളിയും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ. എന്താണ് ആ കുട്ടി പറയുന്നത് നോക്കൂ. മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത് എന്ന് ചോദിക്കുകയാണ് അല്ലെ. മഴത്തുള്ളി ഉത്തരം പറയുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടാ? ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. മഴത്തുള്ളി എന്താ അവിടെ പറയുന്നത്? ഠേ ഠേ ശബ്ദം കേട്ടിട്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും കുട്ടി ചോദിച്ചിരിക്കും? എന്തോ ചോദിച്ച സമയത്താണല്ലേ ഠേ ഠേ ശബ്ദം കേട്ടിട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നീ എന്തിനാ പേടിച്ചത് എന്നായിരിക്കും അല്ലെ.
നീ എന്തിനാ പേടിച്ചത്? അപ്പൊ മഴത്തുള്ളി പറയാണ് ടേ ടേ ശബ്ദം കേട്ടിട്ട് എന്ന്. അപ്പൊ കുട്ടി എന്തോ പറയുന്നുണ്ട്, മഴത്തുള്ളി എന്തോ പറയുന്നുണ്ട് അല്ലെ. അത് നമുക്ക് പൂരിപ്പിക്കണം കേട്ടോ. കാറ്റ് വീശിയപ്പോൾ നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് കുട്ടി ചോദിച്ചിട്ടുണ്ടാവാ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മഴത്തുള്ളി എന്താ പറഞ്ഞത്? തണുപ്പ് കൂടി വന്നു, ഞങ്ങൾ തുള്ളിയായി മഴയായി താഴേക്ക് എത്തി, ഒഴുകി ഒഴുകി കടലിലേക്ക് തിരിച്ചെത്തി. കണ്ടെത്താം, എഴുതാം. എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. ഇവിടെ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്കതൊന്ന് പൂരിപ്പിക്കാം. എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ എന്നാണ് അല്ലെ. അതായത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം കിട്ടുക അതൊക്കെ എഴുതുക കേട്ടോ. അതായത് പുഴ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ജലം ലഭ്യമാകുന്നത്? കിണറ് അല്ലെ. കിണർ, കുളം, അരുവി, തോട്, കായൽ, മഴവെള്ളം, അങ്ങനെ ധാരാളം ജലസ്രോതസ്സുകൾ ഉണ്ട് അല്ലെ. അതൊക്കെ എഴുതിയിട്ട് ഇത് പൂരിപ്പിക്കുക കേട്ടോ. പ്രതികരിക്കാം, പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ഈ ജലസ്രോതസ്സുകളെല്ലാം മലിനമാക്കുന്നതാ കാണിച്ചിരിക്കുന്നത് അല്ലെ. കണ്ടോ, ഫാക്ടറികളിൽ നിന്നും ഒക്കെ വരുന്ന മലിനജലം എല്ലാം എവിടെയാ വന്ന് അടിഞ്ഞു കൂടുന്നത് നോക്കൂ. ജലസ്രോതസ്സുകളിലാണ് വന്ന് അടിഞ്ഞു കൂടുന്നത്. കണ്ടോ, അതിന്റെ അരികിൽ നോക്കൂ, മാലിന്യങ്ങളെല്ലാം തീരത്ത് എറിഞ്ഞത് കാണാം. കാക്കകൾ കണ്ടോ, ധാരാളം കാക്കകള് അതെല്ലാം കുത്തി ഒലിക്കുന്നത് കാണാം. തെരുവു നായ്ക്കളെ കാണാം അല്ലെ. ഇനി എന്താണ് പോസ്റ്റർ വാക്യം നോക്കൂ. അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇതൊരു പോസ്റ്റർ വാക്യം കേട്ടോ. ഇനി ഇതുപോലെ ധാരാളം പോസ്റ്റർ വാക്യങ്ങള് നിങ്ങൾ കണ്ടെത്താൻ നോക്കുക കേട്ടോ. ഒന്ന് രണ്ടെണ്ണം നമുക്ക് പറയാം. എന്താണ്? ജലം ജീവന് ആധാരം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൂ, പ്രകൃതിയെ നിലനിർത്തൂ, പുഴയെ മലിനമാക്കരുത്, നമ്മുടെ ജലം നമ്മുടെ ഭാവി, അതിനെ മലിനമാക്കാതിരിക്കുക. അങ്ങനെ ധാരാളം പോസ്റ്റർ വാക്യങ്ങൾ ഉണ്ട് കേട്ടോ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ പോസ്റ്റർ വാക്യങ്ങൾ എഴുതണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പോസ്റ്റർ വരയ്ക്കും വേണ്ടി വരും കേട്ടോ. നമ്മുടെ നാട് അല്ലെ. ഏതാ നമ്മുടെ നാട്? കേരളം. അവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. കേരളത്തിന്റെ ഒരു ഭൂപടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ കേരള നാടിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്, തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം, നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച, പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. ഈണം കണ്ടെത്തി ഒന്നിച്ചു പാടാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഈണത്തിൽ ഇതൊന്ന് പാടി നോക്കുക കേട്ടോ. അവിടെ ഒരു ചോദ്യം ഉണ്ട്. എന്താണ്? കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? കേരളത്തിന്റെ പ്രത്യേകതകളാണല്ലോ ഈ കവിതയിൽ പറഞ്ഞത്. അത് എന്തെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? മലകളുള്ള നാട് എന്ന് തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയുണ്ട്? പുഴകളുള്ള നാട് അല്ലെ, നീലക്കടലലയുടെ നാട്, തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുന്ന നാട്, പനയോലപ്പീലി നിവർത്തിയാടുന്ന നാട്, നെൽവയലുകളുള്ള നാട്, താഴ്വരകളുള്ള നാട്, കാടുകളുള്ള നാട്, ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ കവിതയില്. അതൊക്കെ എഴുതാം കേട്ടോ. നമുക്ക് ഇതോടുകൂടി മഴയോ മഴ എന്ന പാഠം കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.